എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് പ്രേമികളായ നിങ്ങൾക്കെല്ലാവർക്കും ക്രിക്കറ്റ് ഗ്രൗണ്ടിനെ പറ്റി അറിയോ? നമ്മുടെ തൃപ്പൂണിത്തുറയിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടുണ്ട്. അതിന് പാലസ് ഓവൽ എന്ന് പറയും. പിന്നെ തൃപ്പൂണിത്തുറക്കാരെല്ലാം പറഞ്ഞിരുന്നത് ഒറ്റോളിപ്പറമ്പ് എന്നും വിളിപ്പേരുണ്ട്. പാലസ് ഗ്രൗണ്ട് തൃപ്പൂണിത്തുറയിൽ ആശുപത്രി റോഡിലാണ്. അതിനടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ ആശുപത്രി കഴിഞ്ഞിട്ട് ഒരു തോടും പാലം കടന്നാൽ ഉടനെ തന്നെ ചെറിയ പാലം, ആ പാലം കടന്ന് ഉടനെ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് പാലസ് ഓവൽ, പാലസ് ഗ്രൗണ്ട് എന്നും പറയാറുണ്ട്. അതിന് ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ ഓഫീസുണ്ട്. നമുക്ക് കാണാം, ഇവിടെ ഓഫീസെല്ലാം കാണാം. ഇതാ ഓഫീസിൻ്റെ മതിലാണ് കാണുന്നത്. രാജഭരണകാലത്ത് രാജാവ് താമസിച്ചിരുന്നത് ഹിൽ പാലസിലായിരുന്നു. ഇപ്പോൾ അവിടെ മ്യൂസിയമാണ് കേട്ടോ. അത് ഞാൻ ഇടുന്നുണ്ട് ഹിൽ പാലസിൽ. ആ മ്യൂസിയത്തിനെ പറ്റിയും മാനുകളുടെ പാർക്ക് അതിനെപ്പറ്റിയും ഒരു ദിവസം ഇടാം കേട്ടോ. ഇതിപ്പോൾ ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടിനെ പറ്റിയാണ് ഇടുന്നത്. ക്രിക്കറ്റ് പ്രേമികളെല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഏകദിന ക്രിക്കറ്റ് നടക്കുന്ന സ്ഥലമാണ്. പൂജ ക്രിക്കറ്റൊക്കെ വളരെ പ്രധാനമാണ്. അവിടെ രാജാക്കന്മാരുടെ കളിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇതെല്ലാം. ഏറ്റവും പഴക്കമുള്ള ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ജന്മസ്ഥലം എന്ന് തന്നെ പറയാം. പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടീമും ഉണ്ട്. പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏകദിന ക്രിക്കറ്റ് ആദ്യമായിട്ട് നടന്നത് ഇവിടെയാണ്. ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്നത് ഇവിടെയാണ്. ക്രിക്കറ്റിനോട് ഇഷ്ടമുള്ളവരെല്ലാം ചെറുപ്പം മുതലേ തന്നെ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങണം. അപ്പോഴേ അതിനുള്ള പരിശീലനവും എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നല്ല ക്രിക്കറ്റ് കളിക്കാരനാവാം. ക്രിക്കറ്റ് ചരിത്രമുണ്ട് അവിടെ, ചരിത്ര സമ്പന്നമാണ് അവിടെ. അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ നല്ല ഒരു സാംസ്കാരിക ദേശമാണ്. എല്ലാ നല്ല കാര്യങ്ങളും തൃപ്പൂണിത്തുറയിലുണ്ട്. എല്ലാം സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, അതുപോലെ RLV സ്കൂൾ കലയുടെ കേന്ദ്രമാണ് കേട്ടോ. അവിടെ തൃപ്പൂണിത്തുറയിലാണ് എല്ലാ കലകളും, കൂടിയാട്ടം, കഥകളി എല്ലാം അവിടെയുണ്ട്. ഈ ഗാനഗന്ധർവൻ നമ്മുടെ അവിടെ പഠിച്ചത് RLV കോളേജിലാണ്. മ്യൂസിക് അക്കാഡമി അവിടെയാണ് KJ യേശുദാസ് പഠിച്ചത്. മിക്ക കലാകാരും അവിടെ നിന്നൊക്കെ തന്നെയാണ് പഠിച്ചു പോന്നിട്ടുള്ളത്. അങ്ങനെ സംസ്കാരത്തിൻ്റെ എല്ലാം ഒത്തുചേർന്ന ഒരു ദേശമാണ് തൃപ്പൂണിത്തുറ. കാണാനും ഭംഗിയുള്ളതാണ് കേട്ടോ. ഹിൽ പാലസിനെ പറ്റി ഞാൻ അടുത്ത് തന്നെ ഒരു ദിവസം ഇടാം, സാധിക്കുകയാണെങ്കിൽ. ഹിൽ പാലസ്, മാനിൻ്റെ പാർക്ക് ഇതെല്ലാം ഇടുന്നതാണ്. തൃപ്പൂണിത്തുറയിൽ പൂർണ്ണത്രശ്യ ക്ഷേത്രമുണ്ട്. വലിയമ്പലം എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ പാലസ് ഓവലിനെ പറ്റിയായിരുന്നു നമ്മളുടെ സംസാരം. ക്രിക്കറ്റ് ഗ്രൗണ്ട് വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ. ഏകദേശം ഒരു 10-52 ഏക്കറോളം കാണും. നല്ല വൃക്ഷങ്ങളൊക്കെ ദൂരെയായിട്ടേ ഉള്ളൂ. നടുക്ക് മുഴുവൻ ഗ്രൗണ്ടാണല്ലോ. ആ വെയിലത്ത് നിന്ന് എങ്ങനെ പരിശീലകർ കളിക്കുന്നത് കണ്ടാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ ഇവരെല്ലാം പരിശീലനം നടത്തുന്നത്. ഓടി വന്ന് 10 മിനിറ്റ് സമയം കൊടുത്തു. ഓടി വന്ന് അവർ വെള്ളമൊക്കെ കുടിച്ചിട്ട് 10 മിനിറ്റ് സമയം കൊടുത്തിട്ടുള്ളൂ. ഉടനെ തന്നെ വെള്ളം കുടിച്ചിട്ടൊക്കെ
അവർ പോയി. ഗ്രൗണ്ട് കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ള ഗ്രൗണ്ടും അറ്റത്തായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് അവിടെ ഒരു സ്വിമ്മിങ് പൂള് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ വിവരിക്കാം. ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പടമൊന്നും എടുത്തില്ല, ചിത്രങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ ആ സ്വിമ്മിങ് പൂൾ ഈ അടുത്ത കാലത്ത് വന്നതാണ്. ഈ വെക്കേഷനോടൊക്കെ അനുബന്ധിച്ച് കൂടി വന്ന അത്ര അധികം നാളുകളായിട്ടില്ല അത് വന്നിട്ട്. സ്വിമ്മിങ് പൂള്, അവിടെയും എന്തൊക്കെ കോച്ചിങ് എല്ലാം നടക്കുന്നു. നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ ക്രിക്കറ്റ് പരിശീലനം നടത്താം. അതിൻ്റെ ഓഫീസിൽ അന്വേഷിച്ച് നമുക്കവിടെ കാല് കുത്തുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു രോമാഞ്ചമാണ് വരുന്നത്. അതായത് ക്രിക്കറ്റ് ഗ്രൗണ്ട് ലോകത്തിലേക്ക് തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ട്. പക്ഷേ തൃപ്പൂണിത്തുറക്കാർക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഒരുപക്ഷെ ഇവിടെ അറിയാത്തവരുണ്ടായിരിക്കും. ക്രിക്കറ്റിനെ പറ്റി ഞാൻ കൂടുതൽ വിവരിക്കണ്ടല്ലോ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പറയാമോ? ആരാണ് ക്രിക്കറ്റിൻ്റെ ദൈവം എന്ന് വിളിപ്പേരുള്ളത്? അറിയോ നിങ്ങൾക്കത്? എല്ലാവർക്കും അറിയാവുന്ന ആൻസറാണത്. വളരെ സുരക്ഷയോടുകൂടി നെറ്റുകളെല്ലാം ഉണ്ട് ചുറ്റും. അതിൻ്റെ ബോളെല്ലാം എത്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അപകടം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു കൊച്ചച്ഛന്, ചെറിയച്ഛന്, അതുപോലെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിക്കറ്റ് കളിച്ച്, ഇവിടെ വെച്ചല്ല കേട്ടോ, ക്രിക്കറ്റ് കളിച്ചിട്ട് എവിടെയോ സ്ഥാനത്തൊക്കെ കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത് ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ നിങ്ങളെല്ലാം ഇത് ഇഷ്ടപ്പെടുക. കൊച്ചിയിലാണ്, എറണാകുളം, തൃപ്പൂണിത്തുറ, കണ്ണംകുളങ്ങരയാണ് അതിൻ്റെ അടുത്തിട്ടോ. പിന്നെ കണ്ണംകുളങ്ങര മിനി ബൈപ്പാസ് വഴിയും ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. നിങ്ങൾ കൊച്ചിയിലുള്ളവരല്ലെങ്കിൽ ദൂരെ നിന്ന് വരുന്നവരാണെങ്കിൽ കൊച്ചിയിലെത്തിയാൽ ധാരാളം കാഴ്ചകൾ കാണാനുണ്ട്. ആ കൂട്ടത്തിൽ ഈ തൃപ്പൂണിത്തുറയിൽ കൂടി സന്ദർശിക്കുക. തൃപ്പൂണിത്തുറയിലും ഈ പാലസോവൽ പല കാര്യങ്ങളും കാണാനായിട്ടുണ്ട്. ഹിൽ പാലസുണ്ട്, രാജാക്കന്മാരുടെ സ്ഥലങ്ങളെല്ലാം കണ്ടു മടങ്ങാം. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് വിജയിച്ച, പിന്നെ ലോകത്തിലെ ആദ്യത്തെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്ന സ്ഥലം. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പക്ഷേ ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ എല്ലാവരും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരാണല്ലോ. ഞാൻ പിന്നെ ഇത് ഇട്ടു എന്ന് മാത്രം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ. ധാരാളം കാര്യങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ പറയാനുണ്ട്. ഏറ്റവും പഴക്കമുള്ള ക്രിക്കറ്റിൻ്റെ ജന്മസ്ഥലം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ പറയുക, പറയാനുള്ളതെല്ലാം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുക. ക്രിക്കറ്റിനെ പറ്റി പറയുക, സച്ചിൻ തെണ്ടുൽക്കറിനെ പറ്റി പറയുക. ഓരോ കാര്യങ്ങളും നിങ്ങൾ പറയുക. കളി കണ്ട് ആസ്വദിക്കുക. അവിടെ കോച്ചിങ് നടക്കുകയാണ്. പ്രാക്ടീസ്, പരിശീലനം നൽകുന്നത് കാണാം. നമ്മൾ സാധാരണ കളിയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ചിരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യുമെങ്കിലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികമാണ് ഉള്ളത്. വെയിലത്ത് നിന്നുള്ള പ്രയത്നങ്ങളും എല്ലാം വളരെയധികം
ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോരുത്തർ ഓരോ സ്റ്റേജിലൊക്കെ എത്തുന്നതും കളിക്കുന്നതും പേരുണ്ടാക്കുന്നതും എല്ലാം. നിങ്ങളും ഇഷ്ടമുള്ളവരെല്ലാം ഇതുപോലെയൊക്കെ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, കളിക്കുക, ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുക, ക്രിക്കറ്റ് കളിക്കുന്നവരെ നമ്മൾ അഭിനന്ദിക്കുക. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഉറക്കം വന്നു തുടങ്ങി, അതുകൊണ്ട് ഇനി ബാക്കിയെല്ലാം നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം. പലസ്തോയിൽ ഇഷ്ടമില്ലേ ക്രിക്കറ്റ് ഗ്രൗണ്ട്? പക്ഷെ ഒരു കളി മുഴുവൻ കാണിക്കാനായിട്ട് ഇതാ അവരുടെ ഉപകരണങ്ങളൊക്കെയാണ് കേട്ടോ. അത് കാലിലൊക്കെ ഇട്ട് ചെയ്യുന്ന ഉപകരണങ്ങൾ, പാഡ്, അഭിപ്രായങ്ങൾ എഴുതുക, പറയുക. ഇനി പറ്റുന്ന പോലെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ.